ഹലോ, ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഞാനും അതുല്യയും കാർത്തികയും കൂടെ നമ്മുടെ കോളേജിനടുത്തുള്ള NIT ക്യാമ്പസിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പം ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എന്താണ് അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാനും, അതുമാത്രമല്ല കുറേ കാലമായി NIT എന്ന് കേട്ടിട്ട് ഒന്ന് കാണാൻ കിട്ടിയ അവസരം, ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം എന്നൊക്കെ ആലോചിച്ച് ശരിക്കും ത്രിൽഡായിരുന്നു. ആക്ച്വലി ഏകദേശം 10 വർഷം മുന്നേ കേട്ടു തുടങ്ങിയതാട്ടോ ഈ NIT എന്നത്. ഇന്നങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ആഗ്രഹം പൂവണിയുകയാണ്. ഞങ്ങൾ ചെന്നത് അവിടെയുള്ള മെറ്റീരിയൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് കേട്ടോ. അവിടെ എത്തി, അവിടെ എൻട്രൻസിൽ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് കയറി ചെന്നു. അവിടെ ഞങ്ങളുടെ സാറിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. സോ അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും കണ്ടു. ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ അവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ ചെന്നു. അവൾ ആകെ സർപ്രൈസ്ഡ് ആയി. ഞങ്ങളൊക്കെ കണ്ട് അവൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലും എന്നുള്ളത്. ആൻഡ് അവൾ മെസ്സേജ് അയച്ചപ്പോൾ ഞങ്ങൾ വരുന്ന കാര്യം പോലും അവളുടെ അടുത്ത് പറയാതെ എല്ലാം സീക്രട്ടാക്കി വെക്കുമായിരുന്നു. സോ അവളെ ഒന്ന് സർപ്രൈസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ പോയ കാര്യങ്ങളിലേക്ക് കടന്നു. ഇത് അവിടുത്തെ ഒരു മെറ്റീരിയൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലെ സ്ട്രക്ചേഴ്സ് ആട്ടോ. സോ കാണാൻ സംതിങ് സ്പെഷ്യലായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. അവിടെ മെയിനായിട്ട് കുറേ ലാബ്സും പിന്നെ റിസർച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ഒരു ബോർഡിൽ അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ റേറ്റിങ്ങും പ്രോജക്റ്റിൻ്റെ പ്രപ്പോസലും അതിന് കിട്ടുന്ന ഫണ്ടിങ്ങൊക്കെ ഒന്ന് നോക്കിയേ. ശരിക്കും ഒരു വാവ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോ ടീച്ചേഴ്സിനെയും അതുപോലെ പ്രൊഫസേഴ്സിനെയും അതുപോലെ വലിയ വലിയ ഡോക്ടേഴ്സിനെയും ഒക്കെ കാണാൻ വേണ്ടി പോയി. അവിടെ നിന്ന് നമ്മളിങ്ങനെ വരുന്ന വഴിക്കാട്ടോ അവിടെയുള്ള കുട്ടികളെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ എടുത്ത് നിൽക്കുന്നത്, അതിൻ്റെ ആ ഒരു സൗണ്ടൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ആ ക്യാമ്പസൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു. ഇപ്പോൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഉച്ചയായിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ അവിടെയുള്ള ക്യാൻറ്റീൻ തപ്പി ഇറങ്ങിയതാണ്. ആക്ച്വലി ഇതൊരു 300 ഏക്കറോളം വരുന്ന വലിയൊരു ക്യാമ്പസാണ്. ഇതിന് തന്നെ വേറെ വേറെ സബ്സെക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോയിരിക്കുന്ന സെൻട്രൽ NITയിലേക്കാണ്. അവിടെ ഓരോ സ്ട്രക്ചറും ഓരോരോ കാര്യങ്ങളും കണ്ടിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെയുള്ളൊരു ക്യാൻറ്റീനിലേക്ക് നടന്നു. ഇപ്പം നമുക്ക് പഠിപ്പിക്കുന്ന ഒരു സാറ് അവിടെ NITയിൽ PhD ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാർ എപ്പോഴും പറയും NIT നിങ്ങൾ കാണാൻ വരികയാണെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ അവിടെ നൈറ്റ് ടൈമാണ്. ആ ഒരു ഡെക്കറേഷൻ ബൾബും കാര്യങ്ങളൊക്കെ കത്തിയിട്ടൊക്കെ കാണുന്ന ആഗ്രഹമുണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ അവസരം കിട്ടിയിരിക്കുന്നത് രാവിലെ പോകാനാണ്. ഇൻഷാ അള്ളാ എന്തായാലും ഫ്യൂച്ചറിൽ അതും കൂടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ശരിക്കും ആ ഒരു ക്യാമ്പസ് ചെന്ന സമയത്ത് ഒരു ഇൻഡോ ആൻഡ് പുറത്തുള്ള ആ ഒരു കൺട്രീസിൻ്റെ ഒരു മിക്സ്ഡ് ഫോമായിട്ടാണ് ഫീൽ ചെയ്തത്. പുറത്ത് കാണുന്ന ക്യാമ്പസിൻ്റെ ആ ഒരു ചായ്വുണ്ടെങ്കിലും എന്നാലും ഒരു ഇന്ത്യൻ ടച്ച് ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഞങ്ങൾക്ക് ഈ NIT എന്നുള്ള ആ ഒരു പേര് കേട്ടു തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. പണ്ട് റിപ്പീറ്റിന് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് എല്ലാവരും NIT എന്ന് പറയുന്നത് കേൾക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് കാലത്തെ ആ ഒരു സ്വപ്നം പൂവണിയാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഞങ്ങളും NIT ക്യാമ്പസിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നടന്ന് ക്യാൻറ്റീൻ എത്തിയിരിക്കുകയാണ്. ക്യാൻറ്റീനിൽ ചെന്നു, ഫുഡ് ഓർഡർ ചെയ്തു. അവിടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാഴ്ച എന്താ അറിയോ, അവിടെ കുറേ ബുക്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ ബുക്സിൽ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്, ദേ നോക്ക്, കളിക്കുടുക്ക. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ സ്ട്രെസ് മാനേജ്മെൻ്റ് ആയിരിക്കും ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീണ്ടും മെറ്റീരിയൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെന്നു. അവിടുത്തെ കുറേ ലാബ് കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്തു. ആ ലാബും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ. ആക്ച്വലി ഇത് സയൻസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് കാണുമ്പം പ്രത്യേകിച്ചൊന്നും തോന്നില്ല. പക്ഷേ സയൻസിനടുത്ത് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്താണ് ഏതാണെന്ന് അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി അതെനിക്കും ഉണ്ടായിരുന്നു. സോ ഞാനും പോയി എല്ലാത്തിലും ഇങ്ങനെ കൈയൊക്കെ ടച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയൊക്കെ ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ എഴുതി വെച്ചത് കണ്ടത്, ഡു നോട്ട് ടച്ച് ഇറ്റ് എന്ന്. ആ ക്രിസ്റ്റൽ കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല കളറായിരുന്നു. പക്ഷേ വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ പിന്നെയും ഞങ്ങൾ 2-3 ലാബ് കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്തു. അവിടുത്തെ ഫാക്കൽറ്റീനെയും ആൾക്കാരെയൊക്കെ പോയി മീറ്റ് ചെയ്തു. ആൻഡ് അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ. ബട്ട് ആക്ച്വലി അവിടെയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ശരിക്കും എക്സൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. അവിടെ ഒത്തിരി ഒരു റിസർച്ച് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഞങ്ങളും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ ആൾക്കാരുണ്ടല്ലോ, അവർ ചെയ്ത പ്രോജക്റ്റൊക്കെ ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും കാണാൻ നല്ല ഭംഗിയായിരുന്നു ക്യാമ്പസും കാര്യങ്ങളൊക്കെ. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ NIT. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.